ലക്ഷ്യമില്ലെങ്കിൽ വിജയിക്കാൻ കഴിയില്ല. ഞാൻ മിടുക്കനാണ്, മിടുക്കിയാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെല്ലാവരും സ്മാർട്ടാണ്. നല്ല പുഞ്ചിരിക്കുന്ന മുഖം, ഉത്സാഹമുള്ള ആൾക്കാർ. 150 പേരെ 7 ഗ്രൂപ്പായിട്ട് തിരിച്ചു കഴിഞ്ഞപ്പോൾ 5 മിനിറ്റ് കൊണ്ട് എല്ലാവരും പാട്ടും ഡാൻസുമായിട്ട് വന്നു. വിജയൻ സാറിനോട് ചോദിച്ചു, സാറേ ഇവരെ കൊണ്ട് ഈ ഇടയ്ക്കകത്ത് എങ്ങനെ ചെയ്യും, പറ്റുമോ, പിള്ളേർ ചെയ്യുമോ? നമ്മൾ സാറേ ഒന്നും അറിയണ്ട, 5 മിനിറ്റ് സമയം കൊടുക്ക്. 5 മിനിറ്റ് ആയപ്പോഴേക്കും റെഡി. മെയ്ക്കാർ രാജ്യം കൈയടിച്ചു, അടുത്ത ടീം കൈയടിച്ചു. എല്ലാം ഒന്നിനൊന്ന് മെച്ചം. കുറെ കൂടെ സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ 5 മിനിറ്റ് കൂടെ തന്നിരുന്നെങ്കിൽ അതിനേക്കാൾ അടിപൊളി പാട്ടുകൾ, ഡാൻസ് ഇവിടെ കൊണ്ടുവന്നെ. അത്ര കഴിവ് നിങ്ങളിലുണ്ട്. ഡിസൈൻ സൂപ്പറാണ്. 2 ചോദ്യങ്ങളുടെ ഉത്തരം പറയുന്ന രീതി, നല്ല ഡ്രൈവ് ഉണ്ട്, അടിപൊളിയാണ്. പക്ഷേ മൂന്നാമത്തേത്, നിങ്ങൾ തീരുമാനിക്കണം എന്റെ ലക്ഷ്യം. നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ പ്രായത്തിലെ കൗമാരക്കാരോട് സംസാരിക്കാനൊക്കെ പറയുമ്പം എല്ലാ സ്കൂൾ പ്രിൻസിപ്പൽസ് ഒക്കെ പറയും, സാറേ ഇന്ന കാര്യത്തെ പറ്റി പറയണം, ഇന്ന കാര്യത്തെ പറ്റി പറയണം. ഞാൻ അതൊക്കെ പറയണോ? പറയും പിള്ളേരുടെ കൗമാര പ്രശ്നങ്ങളെ പറ്റി. ഞാൻ പറയും കൗമാരത്തെ പ്രശ്നങ്ങളൊന്നുമല്ല, അവരെ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയണം. എനിക്കറിയില്ല, പലപ്പോഴും പലരും ക്ലാസ് എടുക്കുന്നത് പറയാറുണ്ട്, ഈ സ്കൂൾ അല്ലെങ്കിൽ +2 ക്ലാസ്സിൽ പഠിക്കുന്നവരുടെ ഇടയിൽ എന്താ പറയാ ലഹരി മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്ന പിള്ളേരുണ്ടെന്ന് പറയാറുണ്ട്. എനിക്കറിയില്ല. പല കുട്ടികളും എന്നോട് പറയും, സാർമാർ പറയും ക്ലാസ്സിൽ ഉറക്കം തൂങ്ങുന്നു, ഉറക്കമില്ല, രാത്രി വഴി മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. പല പ്രശ്നങ്ങളുണ്ട്. തിരിച്ചറിയുക, ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന താൽക്കാലിക സന്തോഷങ്ങൾ മാറ്റിവെച്ചില്ലെങ്കിൽ ലക്ഷ്യത്തിന് മുൻപേ നമുക്ക് വഴി പിരിഞ്ഞു പോകേണ്ടി വരും. ആവർത്തിക്കട്ടെ, ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ സ്വാധീനിക്കുന്ന, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല കാര്യങ്ങൾ വരും. ചില കൂട്ടുകെട്ടുകളായിരിക്കും, ചില താല്പര്യങ്ങളായിരിക്കും, ചില താൽക്കാലിക സന്തോഷങ്ങളായിരിക്കും. അതിലേക്ക് വീണുപോയാൽ തിരിച്ചു കയറാൻ വയ്യാത്ത, കരയില്ലാത്ത കയത്തിലേക്ക് പോയിന്ന് വരും. പാടില്ല. മിടുക്കരായി ഈ നാടിന്റെ ദീപങ്ങളായി മാറേണ്ടവരാണ് നിങ്ങൾ. സാധിക്കും നിങ്ങൾക്ക്. നിങ്ങളുടെ കഴിവ് നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ മുഖത്ത് ഒരു ശോഭയുണ്ട്, നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരിയുണ്ട്, ആത്മവിശ്വാസമുണ്ട്. ഓരോരുത്തരും, ഞാനിവിടെ ഓരോരുത്തരായിട്ട് കയറി നോക്കുക, എല്ലാവരും ഓരോരുത്തരും എന്തൊരു മിടുക്കരായിട്ട് നിങ്ങൾ ഇരിക്കുന്നത്. അവർ എന്താ പറയാ, ഈ നാടിന്റെ തന്നെ ഒരു അനുഗ്രഹമാണ് നിങ്ങൾ. തിരിച്ചറിയുക, ഈ നാടിന്റെ വിളക്കുകളായി നിങ്ങൾ മാറണം. അതിനുള്ള കഴിവ് നിങ്ങളിലുണ്ട്. താൽക്കാലികമായ താല്പര്യങ്ങളിൽ, ചില കൂട്ടുകെട്ടുകളിൽ, ചില ഇഷ്ടങ്ങളിൽ നിങ്ങൾ വീണു പോകരുത്. മാറി നിൽക്കാൻ കഴിയണം. അതിന് ഏറ്റവും വേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും അമ്മയും അച്ഛനുമായും ഷെയർ ചെയ്യാൻ സാധിക്കണം. കൂട്ടുകാരുമായി ഷെയർ ചെയ്യാം. നല്ല ജീവിതശൈലി വേണം, നല്ല ചിന്തകൾ വരണം, നല്ല പുസ്തകങ്ങൾ വായിക്കണം, നല്ല കൂട്ടുകെട്ടുകൾ വേണം. തിരിച്ചറിയുക, വ്യക്തമായ ലക്ഷ്യമുള്ളവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. ലക്ഷ്യമുള്ളവരെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു മത്സരം വേണോ? അടിപൊളി മത്സരം കേട്ടോ. വായിക്കേ, എല്ലാവരും എഴുന്നേറ്റ് കൈയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് അങ്ങോട്ടേക്കൊന്ന് തിരിഞ്ഞ്. അടുത്തയാളുടെ ദേഹത്തൊരു കൊതുകിരിപ്പണമെന്ന് വിചാരിച്ചു ഒരു ഒറ്റ അടി കൊടുത്ത് കൊന്നതിനെ. ചത്തില്ല, കൊതുക് ചത്തില്ല, അടിച്ചു കൊല്ലേനെ. മതി, ഇരിക്കെ. ഒരു കൈയ്യടി നടത്തിയാലോ? ഒരു കൈയ്യടി നടത്തിയാലോ? ഞാൻ നമ്പർ അത്രയും കൈയടിക്കണം കേട്ടോ. ഞാൻ നമ്പർ പറയും, അത്രയും കൈയടിക്കണം. റെഡിയാണോ? 1 1 2 3 3 2. സൂപ്പർ. ഇനി ഞാൻ നമ്പർ മാറ്റി പറയും. അല്ല, നമ്പർ പറയും, നിങ്ങൾ മാറ്റി അടിക്കണം. ഞാൻ 1 പറയുമ്പോൾ നിങ്ങൾ 2 അടിക്കണം. 1 പറയുമ്പോൾ 2, 2 പറയുമ്പോൾ അടിക്കരുത്. 2 അടിക്കണ്ട. 3 പറയുമ്പോൾ 1. 1 പറയുമ്പോൾ ശബ്ദം വരും. 1 പറയുമ്പോൾ, 2 പറയുമ്പോൾ വേണ്ട, 3 പറയുമ്പോൾ നോക്കാം. 1 1 2 2 വേണ്ട. 1 2 1 2 3 3 3 2. നോക്കാം. 1 1. ഇപ്പം ഭയങ്കര ബുദ്ധിമാണ് അവൻ. ഇങ്ങനെ തയ്ച്ചിട്ടുള്ളൂ, എനിക്ക് ശബ്ദം കേൾക്കാതിരിക്കാൻ. ഇവിടെ ശബ്ദം വേണം കേട്ടോ. 1 2 2 വേണ്ട. 2
2, 3, 3, 3, 2. Okay, last round. 1, 1, 2, 2, 3. Very good. 3, 2, 1. ശരിയായല്ലോ. 1, 2, 3. ശരിയായോ? ശരിയായോ? ആദ്യം ശരിയായോ? ഇപ്പൊ ശരിയായോ? എങ്ങനെ ശരിയായി? എങ്ങനെ ശരിയായി? ശ്രദ്ധിച്ചു. വേറൊരു വാക്ക്, കോൺസെൻട്രേഷൻ. വേറൊരു വാക്ക്, പരിശ്രമിച്ചു. ഒരു വാക്കോടെ ചേർത്ത് പറയാമോ? നല്ല വാക്കാ. അതിന് വേറൊരു വാക്ക് പറയാമോ ലക്ഷ്മി? ജാഗ്രതയോടെ. വേറൊരു വാക്ക്, ജാഗ്രതയോടെ പരിശ്രമിച്ചു. വേറൊരു വാക്ക് പറയാമോ? നല്ല വാക്കാ. വേറൊരു വാക്ക്, ബോധപൂർവം. അല്ലേ? കോൺഷ്യസ് എഫർട്ട്. ബോധപൂർവം പരിശ്രമിച്ചു. ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മുടെ എല്ലാം ശീലം ഒന്ന് പറയുമ്പോൾ, നമ്മുടെ എല്ലാം ശീലം ഒന്ന് പറയുമ്പോൾ, 1, 2 പറയുമ്പോൾ, പറയേ, 3 പറയുമ്പോൾ, ആ ശീലമാണ് നമ്മൾ ഇത്രയും കാലം ചെയ്തത്. അപ്പൊ ക്ലാസ് എടുക്കാൻ ചെറിയ വർഗീസ് പറഞ്ഞു 1 പറയുമ്പോൾ, 2 പറയുമ്പോൾ, 3 പറയുമ്പോൾ, നമ്മുടെ പഴയ ശീലം കിടന്നുകൊണ്ട് ആദ്യം ഒന്നും അതങ്ങോട്ട് ശരിയായില്ല. അപ്പൊ 2 പ്രാവശ്യം ചെയ്തു. അങ്ങനെ 2, 3 പ്രാവശ്യം ചെയ്തപ്പോൾ ചിലർക്കൊക്കെ തെറ്റിയ ആൾക്കാർ തീരുമാനിച്ചു അടുത്ത പ്രാവശ്യം ഞാൻ തെറ്റിക്കത്തില്ല. അങ്ങനെ അവർ എന്ത് ചെയ്തു? ലക്ഷ്മി എന്ത് ചെയ്തു? എല്ലാവരും 150 പേരും എന്ത് ചെയ്തു? ബോധപൂർവം പറയൂ, പരിശ്രമിച്ചു. നീ മടങ്ങി വരാം. നമ്മളുടെ ചില ശീലങ്ങളൊക്കെ ഉണ്ട്. ചില ശീലങ്ങൾ മാറേണ്ടവയാണ്. മാറാൻ അത്ര എളുപ്പമല്ലാത്ത ശീലങ്ങൾ മാറുവാൻ ബോധപൂർവം പരിശ്രമിക്കണം. ഇനി ഞാൻ പറയാം, എളുപ്പമുള്ള പറയാം. രാവിലെ നേരം വെളുത്താലും കിടന്നുറങ്ങുന്ന ഒരു ശീലമാണ് എന്ന് പറ, അല്ലേ? നേരം വെളുത്താലും കിടന്നുറങ്ങുന്നൊരു, പഠിക്കാനിരിക്കുമ്പോൾ ഉറക്കം തൂങ്ങുന്നൊരു പറ, TV കണ്ടുകൊണ്ടിരിക്കുന്നത് ശീലമാണ്, പറഞ്ഞാൽ കേൾക്കാതിരിക്കുന്നത് പറ, യൂണിഫോം ഒന്നും മാറാതെ ആ യൂണിഫോം ഇട്ടുകൊണ്ട് തന്നെ TV കണ്ടുകൊണ്ടിരിക്കുന്നൊരു, TV കണ്ടുകൊണ്ടിരിക്കുന്നത്, വായിൽ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നൊരു, അമ്മ എത്ര പറഞ്ഞാലും കുളിക്കാൻ പോകാത്തവരു, മൊബൈൽ നോക്കിയിരിക്കുന്നൊരു. ശീലങ്ങൾ മാറ്റാൻ അത്ര എളുപ്പമല്ല. അതിനെന്ത് ചെയ്യണം ലക്ഷ്മി? ബോധപൂർവം പരിശ്രമിക്കണം. നിങ്ങളുടെ ഇഷ്ടങ്ങളെ മാറ്റിവെക്കാൻ വേണ്ടി ബോധപൂർവം. അത്ര എളുപ്പമല്ല. തീരുമാനിക്കണം, ഞാൻ TV അരമണിക്കൂർ വൈകിട്ട് കാണത്തുള്ളൂ, ഞാൻ മൊബൈലിൽ അരമണിക്കൂർ സമയം വെച്ചാൽ അമ്മേ അരമണിക്കൂറേ മൊബൈൽ നോക്കത്തുള്ളൂ, ഞാൻ രാവിലെ അമ്മ വിളിക്കണ്ട, ഞാൻ തന്നെ 5 മണിക്കോ 5:30ക്കോ 6 മണിക്കോ എഴുന്നേറ്റോളാം, എനിക്ക് ഉറക്കം വന്നാൽ ഞാൻ എഴുന്നേറ്റ് നടന്ന് മോഹം കഴിയാൻ പഠിച്ചോളാം, ഞാൻ ഉറക്കം വരെ എന്നെ അനുവദിക്കുകയില്ല. ഞാൻ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എൻ്റെ ബുക്കൊക്കെ മേശപ്പുറത്തേക്ക് മാറ്റി അടുക്കി വെച്ചിട്ട് യൂണിഫോം ഒക്കെ മാറി ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞാൻ അല്പനേരം TV കാണുന്നില്ല, കളിക്കും. ശീലങ്ങൾ മാറണം. ശീലങ്ങൾ മാറണമെങ്കിൽ ബോധപൂർവം പരിശ്രമിക്കണം. അതിന് എഫർട്ട് വേണം, കോൺഷ്യസ് എഫർട്ട്. മാറുമ്പോഴാണ് വിജയത്തിലേക്കുള്ള പടിയിലേക്ക് നയിക്കുന്നത്. വിജയത്തിന്റെ 3 വാക്കുകൾ. ഒന്നാമത്തെ വാക്ക് ഏതായിരുന്നു? D. ശബ്ദം പോരാ. 2, 3 ഡയറക്ഷനിലെ വാക്കാണ്. ഫൈൻഡ് ദ കൺട്രി. കണ്ടുപിടിച്ചോണേ. ഫൈൻഡ് ദ കൺട്രി ഹിഡൻ ഇൻ ദ സെന്റൻസ്. ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു വാചകത്തിനകത്ത് ഒരു രാജ്യത്തിന്റെ പേരുണ്ട്. പെട്ടെന്ന് ചാടി പറഞ്ഞോണം. റെഡിയാണോ? ആർ യു റെഡി? കിട്ടിയോ പറയാം. ഏതാ? ഈ വാചകത്തിനകത്ത് ഒരു രാജ്യമുണ്ട്. കണ്ടില്ലേ? ഇതല്ലേ? കണ്ടോ? ഏതാ? പിടി കിട്ടിയോ? അതാ കളി.
ഒന്നാമത്തെ ഞാൻ ജയിച്ചു കേട്ടോ. അടുത്ത പറയട്ടെ, പെട്ടെന്ന് പിടിച്ചോണേ. കിട്ടിയില്ലേ? അയ്യോ, കിട്ടിയില്ലേ? ലിബിയ. സൂപ്പർ കേട്ടോ. എന്നതാ എഴുന്നേറ്റ് പാടിയാലോ? എഴുന്നേക്കാം. ഓക്കെ, നന്നായിട്ട് വേണം കേട്ടോ. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. അടിപൊളി. നമ്മുടെ മനസ്സിൽ സ്വപ്നമുണ്ടാവുക, ആ സ്വപ്നങ്ങൾക്കനുസരിച്ച് ലക്ഷ്യങ്ങളെ നിശ്ചയിക്കുക, അത് ഓരോ ചുവട് വെച്ച് നേടുവാൻ സാധിക്കുക. അങ്ങനെ ഈ ലോകം കീഴ്പ്പെടുത്തിക്കൊണ്ട് പുഞ്ചിരിയോടെ മുന്നേറാനും കഴിയണം. ഇരിക്കാം. അത്തരമൊരു മുന്നേറ്റത്തിന് ശ്രേയസിലെ ഈ 2 ദിവസത്തെ ക്ലാസ്സുകൾ പ്രയോജനകരമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ല മിടുമിടുക്കരായിട്ട് സ്മാർട്ടായിട്ട് ഈ 2 മണിക്കൂർ സമയം എന്നോടൊപ്പം ചെലവഴിച്ച നിങ്ങൾക്ക് നന്മകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വിജയാശംസകൾ. താങ്ക് യു വെരി മച്ച്. കേട്ടില്ല, കണ്ടില്ല, കാണുകയും ചെയ്യണം. നിങ്ങൾക്കും നല്ലത് വരട്ടെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി ഞാൻ ചോദ്യം കൂടി ചോദിക്കാം. 2 മണിക്കൂർ സന്തോഷമായിരുന്നോ? എങ്കിൽ നിങ്ങൾ ഒരാൾ വന്ന് സന്തോഷം പങ്കുവയ്ക്കുക. ഒരാൾ വരിക. അങ്ങനെയാണ് വേണ്ടത്. മുന്നോട്ട് ആർക്കും വേണ്ടി വരാം. എല്ലാവർക്കും നമസ്കാരം. വെക്കേഷനൊക്കെ ആയിട്ട് ഞാൻ നല്ല പ്രൊഡക്റ്റീവ് ആകണമെന്ന് പറഞ്ഞ എക്സാം കഴിഞ്ഞ സമയം തൊട്ട് പ്ലാൻ ചെയ്ത് വന്നത്. പക്ഷേ വെക്കേഷൻ സമയത്ത് TV ഒക്കെ കണ്ട് ചുമ്മാ ഉറങ്ങി. അപ്പോൾ ഇന്നലെ തന്നെ എനിക്ക് തോന്നി ഞാൻ വെറുതെ 2 മാസം വേസ്റ്റ് ആക്കിയതേ ഉള്ളൂ. എനിക്കൊരു പ്രത്യേകിച്ച് ഗുണമൊന്നും തോന്നിയിട്ടില്ല. അപ്പം ഞാൻ 2 വർഷം മുമ്പ് ശ്രേയസിൻ്റെ പരിപാടിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പ്രാവശ്യം ഉണ്ടോ എന്ന് കുറേ പ്രാവശ്യം തിരക്കി. അങ്ങനെ 24-ാം തീയതി ഉണ്ടെന്ന് അറിഞ്ഞു. രാവിലെ തന്നെ വന്നു. പക്ഷെ ഈ ഒരു ദിവസം എനിക്ക് ഒട്ടും വേസ്റ്റ് ആയിട്ടില്ല. വെക്കേഷനിൽ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടൊരു ഡേ എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് ഞാൻ പറയും. അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ ക്ലാസ്സും വളരെ നല്ലതായിരുന്നു. കരിയർ ഗൈഡൻസിനെ പറ്റി നമുക്ക് ദിശാബോധം കിട്ടി. പിന്നെ സാറിൻ്റെ ക്ലാസ്സും വളരെ നല്ലതായിരുന്നു. സാധാരണ ഈ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പം സാറ് മാത്രം ഇങ്ങനെ സംസാരിക്കും. മിക്ക ക്ലാസ്സിലും അങ്ങനെ ആയിരിക്കും. ഇങ്ങനെ സ്റ്റുഡൻസ് ഒന്നും ഇങ്ങനെ റെസ്പോണ്ടൊന്നും ചെയ്തില്ല. പക്ഷേ ഈ ക്ലാസ് വളരെ നല്ലതായിരുന്നു. കാരണം സ്റ്റുഡൻസിനെ ഇങ്ങോട്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കാനായിരുന്നു ശ്രമിച്ചത്. ഒരു നിമിഷം പോലും ബോറടിച്ചില്ല. നല്ല ഗെയിംസും നല്ല ഇൻട്രസ്റ്റിങ്ങും ഫണ്ണി ആയിട്ടുള്ള കുറേ സെഷൻസ് ഉണ്ടായിരുന്നു. സോ ഞങ്ങൾക്ക് വേണ്ടി സാറിൻ്റെ ടൈം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. നല്ല പിടിക്കായിട്ട് സംസാരിച്ചു കേട്ടോ. വേറെ സംസാരിക്കാൻ വരാം. ഒരാൾ കൂടെ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് അടിപൊളിയായിരുന്നു. രാവിലെ ഒന്ന് ചെറുതായിട്ട് മയങ്ങിയെങ്കിലും ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞൊന്ന് മയങ്ങണമെന്ന് വിചാരിച്ചതാണ് സത്യം പറഞ്ഞാൽ. പക്ഷേ അങ്ങനെ മയക്കിയില്ല സാറ്. അത് തന്നെ ഏറ്റവും നല്ലൊരു കാര്യം. ഞങ്ങളെല്ലാത്തിലും ഇൻവോൾവ് ചെയ്തു. ഞങ്ങൾ മയങ്ങാതെ സാർ നോക്കി. അതിന് വലിയൊരു താങ്ക്സ് അറിയിക്കുന്നു. പിന്നെ ഇന്നത്തെ ക്ലാസ് അടിപൊളിയായിരുന്നു. ആരും അങ്ങനെ മയങ്ങി കാണത്തില്ലെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് താങ്ക് യു ഓൾ.